നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മിമിക്രി വേദികളിൽ നിന്നും ചലച്ചിത്ര ലോകത്തേക്ക് കടന്നുവന്ന സലീം കുമാർ തന്റെ സവിശേഷമായ ശരീരഭാഷ കൊണ്ടും സംഭാഷണ ശൈലി കൊണ്ടും ചുരുങ്ങിയ കാലം കൊണ്ടാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയത്. ഹാസ്യ നടൻ എന്ന നിലയിൽ മലയാള സിനിമയിൽ സ്വന്തമായൊരു സാമ്രാജ്യം തന്നെ അദ്ദേഹം കെട്ടിപ്പടുത്തു. എന്നാൽ കേവലം ഹാസ്യത്തിൽ ഒതുങ്ങിയതായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രതിഭ. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ വൃദ്ധനായ അത്തർ വിൽപ്പനക്കാരന്റെ വേഷം അദ്ദേഹത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും നേടിക്കൊടുത്തു. ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി മാറിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ മിമിക്രിയിൽ നിന്നും സിനിമയിലെത്തിയവരെല്ലാം നന്ദിയോടെ ഓർക്കുന്ന പേരാണ് KS പ്രസാദിന്റേത്. സ്വന്തമായി വാങ്ങിയ സ്ഥലം വിറ്റാണ് ആദ്യത്തെ കാസറ്റ് ഇറക്കിയത്. 100 കണക്കിന് കാസറ്റുകളും കലാകാരന്മാരും ഒക്കെയാണ് അതിലൂടെ വന്നത്. ഞങ്ങൾ കൊണ്ടുവന്നതൊന്നുമല്ല, അവരുടെ കഴിവിലൂടെ വന്നതാണ്. എവിടെ ചെന്നാലും ഇതേക്കുറിച്ച് പറയുന്നവരുണ്ട്. സലീം കുമാർ ഒരു നടൻ മാത്രമല്ല, സമൂഹത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതേക്കുറിച്ച് പ്രതികരിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. അങ്ങനെയുള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേ വിഭാഗത്തിലുള്ള ആളാണ് ഞാൻ. സലീം കുമാറിനെ കുറിച്ചും അദ്ദേഹം അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു. മുൻപൊരിക്കൽ ഓടയിൽ വീണ് കാലൊടിഞ്ഞതിന് കേസ് കൊടുത്ത് നഷ്ടപരിഹാരം വാങ്ങിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. രാഷ്ട്രീയമല്ല, നല്ലത് ചെയ്യുന്നവരെയെല്ലാം എനിക്കിഷ്ടമാണ്. ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോൾ എല്ലാവർക്കും സന്തോഷം ലഭിക്കും. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ നോക്കുക. ഞാൻ ഇഷ്ടപ്പെട്ട് വന്ന മേഖലയാണിത്. കലാഭവന്റെ സെക്രട്ടറിയാണ് ഞാൻ. വെട്ടി തുറന്ന് പറയും കാര്യങ്ങളെല്ലാം. മരണത്തെക്കുറിച്ച് തന്നെ പുള്ളി എത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും അത് വരും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് 4-5 വർഷമായിട്ട് പുള്ളി ഒന്ന് പിന്നോക്കം പോയത്. എനിക്കൊരു ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. പേരിനൊപ്പം ഞാൻ ഡോക്ടർ ചേർക്കാത്തതാണ്. അത് കിട്ടിയ സമയത്ത് വാർത്തകളൊക്കെ വന്നിരുന്നു. എല്ലാവരും വിളിച്ച് അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. രാത്രിയായപ്പോഴാണ് സലീം വിളിച്ചത്. നല്ല പനിയും ജലദോഷവുമാണ്, മരുന്ന് കുറിച്ച് തരാമോ എന്നായിരുന്നു എന്നോട് ചോദിച്ചത്. എന്നെ കളിയാക്കിയതാണ്. അങ്ങനെ ഏത് സമയത്തും പുള്ളി തമാശ പറയും. അതും പറഞ്ഞ് പുള്ളി തന്നെ ചിരിക്കുമായിരുന്നു. പുള്ളി അഡ്മിറ്റാണെന്ന് അറിഞ്ഞിരുന്നു. ആരെയും കയറ്റുന്നുണ്ടായിരുന്നില്ല അകത്തേക്ക്. പിന്നെ അന്ന് രാത്രിയായിരുന്നു മരണം. പിറ്റേന്ന് രാവിലെയാണ് അവിടേക്ക് പോയത്. അടക്കം കഴിയുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ ജനം മാറി കൊടുക്കണ്ടേ, അവർക്ക് നിൽക്കാൻ പറ്റണ്ടേ. മീഡിയയും പൊതുജനങ്ങളും എല്ലാവരും വന്ന് അങ്ങോട്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവസാനമായി കാണാൻ വന്നതാണല്ലോ. കുറെ നേരമായി മാറാൻ പറഞ്ഞിട്ട് മാറുന്നില്ല. അങ്ങനെയാണ് ചന്തു ക്ഷോഭിച്ചത്. കർമ്മം ചെയ്യാൻ അവർക്ക് നിൽക്കാൻ പറ്റണ്ടേ. ഗാർഡ് ഓഫ് ഹോണർ ചെയ്യാൻ പോലീസുകാർക്ക് കൈ ഉയർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു മൊമെന്റിൽ പോലീസുകാർക്കും ചൂടാവാൻ പറ്റില്ല. ചന്തു പറഞ്ഞപ്പോഴാണ് ആളുകളൊക്കെ ഒന്ന് മാറി നിന്നത്. കുറെ മീഡിയക്കാരൊക്കെ ഉണ്ടായിരുന്നു. ചിലരൊക്കെ കാണുമ്പോൾ ചിരിക്കില്ലേ, അതുമാത്രം എടുത്ത് മരണം കാണാൻ വന്നിട്ട് ചിരിക്കുന്നു എന്ന് ചോദിച്ച് വീഡിയോകളൊക്കെ കണ്ടിരുന്നു. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി. ചന്തുവിനെ എല്ലാവരും പിന്തുണച്ചതാണ് ഞാൻ കണ്ടത്. കുറെ പോസ്റ്റുകളൊക്കെ വന്നിരുന്നല്ലോ. അതൊരു 2 മിനിറ്റ് നേരത്തെ കാര്യമായിരുന്നു. ആഗ്രഹിച്ച രീതിയിൽ അച്ഛന് അന്ത്യവിശ്രമം ഒരുക്കാനല്ലേ മക്കൾ ശ്രമിക്കുക. മതപരമായ ചടങ്ങുകളൊന്നും ചെയ്യരുത്, അസ്ഥി നിമഞ്ജനം ചെയ്യരുത് എന്ന് സലീം കുമാർ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു. മൃതദേഹത്തിൽ മഞ്ഞപ്പെട്ട് പുതപ്പിച്ചപ്പോൾ അത് വേണ്ടെന്നായിരുന്നു ചന്തു പറഞ്ഞത്. മതപരമായ ചടങ്ങുകളൊന്നും ഇല്ലാതെയായിരുന്നു അടക്കം. ഇട്ടിരുന്ന വേഷങ്ങളിൽ തന്നെയായിരുന്നു മക്കൾ അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത്. സോഷ്യൽ മീഡിയയിലൂടെ ആ അവസാന നിമിഷത്തെ വീഡിയോയും പ്രചരിച്ചിരുന്നു. സലീം കുമാറിന്റെ അഭിമുഖങ്ങളും കോമഡി രംഗങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. തനിക്ക് അസുഖം വന്നതിനെക്കുറിച്ചും അമൃതയിൽ ചികിത്സയ്ക്ക് പോയതിനെക്കുറിച്ചും അമ്മയെ കണ്ടുമുട്ടിയതിനെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് 45 ആയിരുന്നുവെങ്കിലും ആശുപത്രി റെക്കോർഡിൽ 56 ആയിരുന്നു ചേർത്തത്. അദ്ദേഹം മരിക്കുമ്പോൾ 56 വയസ്സായിരുന്നു. അന്നത്തെ ആ വാക്ക് കൈവിട്ടു പോയതാണോ എന്നായിരുന്നു ചോദ്യങ്ങളെല്ലാം. 11 വർഷം മുൻപ് സലീം കുമാർ ഗുരുതരമായ അസുഖം മൂർച്ഛിച്ചപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കെത്തി. ഒരാളും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥ. സിനിമക്കാരും രാഷ്ട്രീയക്കാരും ആരും ഉണ്ടായില്ല. അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ ഷൈൻ പറഞ്ഞു, നിങ്ങൾ അമ്മയെ പോയി ഒന്ന് കാണൂ എന്ന്. അങ്ങനെ സലീം കുമാർ അമൃതാനന്ദമയി ദേവിയെ കാണാൻ പോയി. അമ്മ ചോദിച്ചു, മോൻ എന്താണ് ഇപ്പോൾ വന്നതെന്ന്. സലീം കുമാർ വളരെ തമാശ കലർത്തി പറഞ്ഞു, അമ്മ, ഞാനിപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. എനിക്ക് ഇപ്പോൾ 45 വയസ്സേ ഉള്ളൂ. പക്ഷേ ഹോസ്പിറ്റലിൽ 56 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊന്ന് തിരുത്തി തരണം. അമ്മ ചിരിച്ചുകൊണ്ട് സലീം കുമാറിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞയച്ചു. അമൃത ഹോസ്പിറ്റലിൽ ചികിത്സ ഫ്രീ ആക്കി കൊടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, സലീം കുമാർ മരിക്കുമ്പോൾ പ്രായം 56 എന്നായിരുന്നു കുറിപ്പ്. സലീം കുമാറും ഇതേക്കുറിച്ച് നേരത്തെ സംസാരിച്ചിരുന്നു. അമ്മയെ ഓരോ പ്രാവശ്യം ഞാൻ കാണാൻ വരുന്നത് എൻ്റെ ഡീസൽ തീരുമ്പോഴാണ്. ഡീസൽ തീർന്നു നിൽക്കുമ്പോൾ ഞാൻ വരും. ഡീസൽ അടിച്ച് തിരിച്ചു പോകും. മാനസികമായി വല്ലാതെ ഇരിക്കുന്ന സന്ദർഭങ്ങളിലും നേരെ അമ്മയുടെ അടുത്തേക്കാണ് വരാറുള്ളത്. നിറഞ്ഞ മനസ്സോടെയും സന്തോഷത്തോടെയുമാണ് ഇവിടെ നിന്നും പോകുന്നത്. ഞാനിങ്ങനെ ഞെളിഞ്ഞു നിന്ന് പ്രസംഗിക്കുന്നതിന് ഒരേ ഒരു കാരണക്കാരിയേ ഉള്ളൂ, അത് അമ്മയാണ്. 3-4 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു മാരക രോഗത്തിന് അടിമയായപ്പോൾ എൻ്റെ ബന്ധുക്കൾ പോലും എൻ്റെ കൈയൊഴിഞ്ഞൊരു സമയമുണ്ടായിരുന്നു. അന്ന് ഞാൻ അമ്മയുമായി അത്ര ബന്ധം ഇല്ലായിരുന്നു. ഡോക്ടർമാരാണ് എന്നോട് അമ്മയെ ചെന്ന് കാണാൻ പറയുന്നത്, എന്തെങ്കിലും സഹായത്തിന് വേണ്ടി. ഞാൻ അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട്. ഒരു പരിചയമില്ലാത്ത ആളോട് എങ്ങനെയാണ് സഹായം ചോദിക്കുന്നത്? എന്തായാലും ചെന്ന് കാണാമെന്ന് തീരുമാനിച്ചു.
അവിടെ ചെന്നപ്പോൾ എന്താ മോനെ അവിടെ വന്നതെന്നായിരുന്നു അമ്മ ചോദിച്ചത്. എനിക്ക് 45 വയസ്സേ ഉള്ളൂ എന്നും ഇവിടെ എഴുതിയിരിക്കുന്നത് 56 ഇതൊന്ന് മാറ്റിത്തരാമോ എന്നുമായിരുന്നു അന്ന് സലീംകുമാർ ചോദിച്ചത്. ആ സമയത്ത് അമ്മ ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ധൈര്യമായിട്ട് ഓപ്പറേഷന് പോയിക്കോളൂ, എനിക്ക് നിന്നെ വേണമെന്ന് ലോകത്താരെങ്കിലും എന്നോട് പറഞ്ഞത് അമ്മയായിരുന്നു. ഇരുട്ടിലായിരുന്ന എന്നെയും കുടുംബത്തെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് അമ്മയാണ്. അമ്മയോട് ഞാനും എൻ്റെ കുടുംബവും എന്നും കടപ്പെട്ടവരായിരിക്കും. എൻ്റെ മരണം വരെ അമ്മയുടെ മകനായി ജീവിക്കാനാണ് ആഗ്രഹം. ഇപ്പോൾ തന്നെ മോനെ ശ്രദ്ധിക്കണമെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. ഞാൻ ശ്രദ്ധിക്കുകയൊന്നുമില്ല, അമ്മയുള്ളിടത്തോളം കാലം എനിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നായിരുന്നു സലീംകുമാർ പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.